നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി. 172 യാത്രക്കാരുമായി ചെന്നൈയിൽ നിന്നും മുംബൈയിലെത്തിയ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഈ ബോംബ് ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ വിമാനം അടിയന്തരമായി തന്നെ തിരിച്ചിറക്കുകയുണ്ടായി. യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തെത്തിച്ചതായി ഇൻഡിഗോ അധികൃതർ വ്യക്തമാക്കി. വിമാനത്തിൽ പരിശോധന ഇപ്പോഴും നടക്കുകയാണ്. കഴിഞ്ഞ മെയ് 28-നും സമാനമായ രീതിയിലായിരുന്നു ബോംബ് ഭീഷണി ഉയർന്നത്. 6E 5314 വിമാനമാണ് അടിയന്തരമായി താഴെ ഇറക്കിയിരിക്കുന്നത്. വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന് അധികൃതർ അറിയിച്ചു. എവിടെ നിന്നാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം വന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള വസ്തുത അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. നിലവിൽ വിമാനം പരിശോധിക്കുന്നുണ്ട്. മുംബൈയിലെത്താൻ നിമിഷങ്ങൾ ബാക്കി മാത്രമുള്ളപ്പോഴായിരുന്നു ഈ സന്ദേശം കിട്ടിയത്. ഉടനെ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് അടിയന്തരമായി വിമാനം താഴെ ഇറക്കുകയായിരുന്നു. മാത്രമല്ല, യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു സമാനമായ ഒരു സംഭവം ഉണ്ടായത്. അതായത് ബോംബ് ഭീഷണിയെ തുടർന്ന് ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. പുലർച്ചെ 5:35 ഡൽഹിയിൽ നിന്ന് വാരാണസിയിലേക്ക് പോകേണ്ട ഇൻഡിഗോ 6E2211 വിമാനത്തിലായിരുന്നു ബോംബ് ഭീഷണി റിപ്പോർട്ട് ചെയ്തത്. യാത്രക്കാരെ എമർജൻസി എക്സിറ്റ് വഴി പുറത്തെത്തിച്ചിരുന്നു. വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് ഡൽഹി വിമാനത്താവളം അധികൃതർ അന്ന് അറിയിച്ചതാണ്. ഭീഷണിക്ക് പിന്നാലെ സുരക്ഷിത സ്ഥലത്തേക്ക് വിമാനം മാറ്റുകയും ചെയ്തു. ദ്രുത പ്രതിരോധ സംഘവും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. മുഴുവൻ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം വിമാനം ടെർമിനൽ ഏരിയയിൽ തിരികെ എത്തിച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-807 വിമാനവും അടിയന്തരമായി തിരിച്ചിറക്കിയ വാർത്തയും ഒക്കെ ഈയിടയ്ക്ക് വന്നതാണ്. പറന്നുയർന്ന വിമാനത്തിന്റെ എയർ കണ്ടീഷനിംഗ് യൂണിറ്റിൽ തീപിടുത്തമുണ്ടായെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിമാനം തിരിച്ചിറക്കിയത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൈകിട്ട് 5:52 യാത്രക്കാരുടെ നെഞ്ചിടിപ്പിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 175 യാത്രക്കാരായിരുന്നു. തീപിടുത്തമുണ്ടായെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിൽ എമർജൻസി പ്രഖ്യാപിച്ചത്. തുടർന്ന് 6:38 വിമാനം സുരക്ഷിതമായി നിലത്തിറക്കുകയായിരുന്നു. യാത്രക്കാർക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര തുടരാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയതായും എയർലൈൻ അധികൃതർ അന്ന് അറിയിച്ചതാണ്. വൈകുന്നേരം 6:15 തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വിമാനത്താവളത്തിൽ നിന്ന് ഫോൺ വന്നുവെന്നും തുടർന്ന് 3 യൂണിറ്റുകളെ അവിടേക്ക് അയച്ചതായും ഡൽഹി ഫയർ സർവീസ് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ വിമാനങ്ങൾ ബോംബ് ഭീഷണി, വിമാനങ്ങൾക്ക് എന്തെങ്കിലും അപകട സാധ്യതയുള്ളപ്പോൾ അതിനെ തിരിച്ചിറക്കുക എന്നീ സംഭവങ്ങളൊക്കെ നമ്മൾ നിരന്തരം വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്ന് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന വിവരം ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണിയാണ്. 172 യാത്രക്കാരുമായി ചെന്നൈയിൽ നിന്ന് മുംബൈയിലെത്തിയ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത്. വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയിരിക്കുകയാണ്. മുംബൈയിലെത്താൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയായിരുന്നു ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.